ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മക്കളെല്ലാവരും പഠിച്ചു തുടങ്ങിയാലോ അല്ലേ? ഇത് പേപ്പർ 2 ആണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടുണ്ട്. മക്കൾ മുഴുവനായിട്ട് കാണുക, എഴുതിയെടുത്ത് പഠിക്കുക. പേപ്പർ 1 കണ്ടല്ലോ അല്ലേ? മക്കളെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്കുകളാണ് എന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നൽകാൻ പ്രേരിപ്പിക്കുന്നത്. ഇനിയും നൽകുന്നതായിരിക്കും. മക്കൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. പേപ്പർ 2 വിവരണാത്മക ചോദ്യങ്ങളാണ്. 30 മാർക്കിന്. ടോട്ടൽ 80 മാർക്കിനാണ് കേട്ടോ. ഫസ്റ്റ് മലയാളം. അത് 2 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതം. ഒന്നാമത്തെ ചോദ്യം: സൈക്കിളിൽ നിലാവ് കൊള്ളാൻ ചന്ദ്രനിലേക്ക് പോയ കുട്ടി യാത്രയിൽ കണ്ട വിശേഷങ്ങൾ അന്നത്തെ ഡയറി കുറിപ്പിൽ എഴുതി. കുട്ടി ഡയറിയിൽ എഴുതാനുള്ള വിശേഷങ്ങൾ എഴുതി നോക്കൂ. ഡയറി എഴുതുമ്പോൾ മുകളിലായിട്ട് ദിവസം വേണം, അതുപോലെ ഡേറ്റ് വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്, മക്കളൊന്ന് എഴുതി നോക്കണം കേട്ടോ. ഇന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു. ഞാൻ മൈക്കിൾ ചേട്ടൻ്റെ അടുത്ത് നിന്ന് സൈക്കിൾ വാങ്ങി നിലാവ് കൊള്ളാൻ ചന്ദ്രനിലേക്ക് പോയി. പോകുന്ന വഴിയിൽ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടു. മുകളിൽ നിന്നും താഴെ ഭൂമിയിലേക്ക് നോക്കി. എന്തു ഭംഗിയാണ് ഭൂമിയെ കാണാൻ! പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും മലകളും നീല നിറത്തിലുള്ള സമുദ്രങ്ങളും കണ്ടു. നെക്സ്റ്റ് പാരഗ്രാഫ്. ആകാശത്തെത്തിയപ്പോൾ മേഘങ്ങൾക്കിടയിലൂടെ പാറിക്കളിച്ചു. ഹായ്, നല്ല രസം. അങ്ങനെ നക്ഷത്രങ്ങളെ തൊട്ടുരുമ്മി ഞാൻ ചന്ദ്രനിലെത്തി. അവിടെയെല്ലാം വെള്ളി വെളിച്ചം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കാണാൻ നല്ല ഭംഗി. അവിടെ കുറച്ചു നേരം കളിച്ച ശേഷം ഞാൻ സൈക്കിളിൽ തിരികെ ഭൂമിയിലേക്ക് പോന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞൊരു യാത്രയായിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഒരു കത്തെഴുതാനാണ്. ആകാശത്ത് ഒറ്റപ്പെട്ടു പോയ പട്ടൂസിനെ അമ്പിളിമാമൻ മേടക്കാറ്റിനൊപ്പം ആബിദക്കുട്ടിയുടെ വീട്ടിലെത്തിച്ചു. കാലത്തുണർന്നപ്പോൾ വിശേഷങ്ങളെല്ലാം അവളോട് പറഞ്ഞു. ഉടനെ തന്നെ ആബിദക്കുട്ടി അമ്പിളിമാമന് നന്ദി അറിയിച്ചുകൊണ്ടൊരു കത്തെഴുതി. എങ്ങനെയായിരിക്കും ആ കത്ത്? തയ്യാറാക്കി നോക്കൂ. പല രക്ഷിതാക്കളും മക്കളും ചോദിച്ചിട്ടുണ്ടായിരുന്നു 5 മാർക്കിൻ്റെ മലയാളത്തിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. കത്ത്, ഡയറി, പത്രവാർത്ത, നോട്ടീസ്, യാത്രാ വിവരണക്കുറിപ്പ്, സംഭാഷണം, ജീവചരിത്രക്കുറിപ്പ്, TV റിപ്പോർട്ട്, അതുപോലെ തത്സമയ വിവരണം. ഇതെല്ലാം നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. ബ്രെയിൻ ടെക്കേജ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. TV റിപ്പോർട്ട്, തത്സമയ വിവരണം, അതൊക്കെ ലാസ്റ്റ് പാർട്ട് 2 ബുക്കിലാണ് കേട്ടോ വരുന്നത്. മുകളിലായിട്ട് സ്ഥലം, തീയതി, അഡ്രസ്സാണ് നമ്മൾ എഴുതുക. അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ മുകളിൽ എഴുതാം കേട്ടോ. 2 പാരഗ്രാഫായിട്ട് എഴുതണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 3 പാരഗ്രാഫ് ആയാലും കുഴപ്പമില്ല. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണം. ഫസ്റ്റ് നമ്മൾ ആർക്കാണോ കത്തെഴുതുന്നത് അവരെ അഭിസംബോധനം ചെയ്യണം. പ്രിയപ്പെട്ട അമ്പിളിമാമന്, അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ അമ്പിളിമാമന്, എന്നിട്ടൊരു കോമ. എന്തൊക്കെയുണ്ട് നിൻ്റെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എനിക്കും പട്ടൂസിനും സുഖം തന്നെ. അവിടുത്തെ തണുപ്പൊക്കെ കുറഞ്ഞോ? ഇവിടെ ഭയങ്കര മഴയാണ്. ഞാനിപ്പോൾ കത്തെഴുതുന്നത് നിന്നോട് നന്ദി പറയാനാണ്. ആകാശത്ത് ഒറ്റപ്പെട്ടു പോയ എൻ്റെ പട്ടൂസിനെ രക്ഷിച്ച് മേടക്കാറ്റിനൊപ്പം എൻ്റെ വീട്ടിലെത്തിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. രാവിലെ ഉണർന്നപ്പോൾ തന്നെ പട്ടൂസ് എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. അവൻ കരഞ്ഞതും അമ്പിളിമാമൻ മേടക്കാറ്റിനെ വിളിച്ചതും എല്ലാം പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് എൻ്റെ പട്ടൂസിനെ കിട്ടിയല്ലോ. അമ്പിളിമാമനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഒരുപാട് നന്ദിയുണ്ട് എന്ന് സ്നേഹത്തോടെ ആബിദക്കുട്ടി. മക്കളൊന്ന് എഴുതി നോക്കണം കേട്ടോ. ഇംഗ്ലീഷിന് 5 മാർക്കിൻ്റെ ഒരു ചോദ്യം. മലയാളം 10 മാർക്കിന്, ഇംഗ്ലീഷ് 5, മാത്സ് 10, EVS 5, അതിന് 30 മാർക്ക്. ക്ലിയർ ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? സൂചനകൾ ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. ക്ലിയർലി ആൻഡ് ക്രിയേറ്റീവ്ലി എക്സ്പ്രസസ് പേഴ്സണൽ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഇവൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ മാനർ. നിങ്ങളുടെ വ്യക്തിപരമായ ചിന്തകളും വികാരങ്ങളും വ്യക്തമാക്കുന്ന, അത് പ്രകടിപ്പിക്കുന്ന ഒരു ഡയറിയാണ് വേണ്ടത്. എല്ലാം യുക്തിസഹമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കണം. ലളിതമായിരിക്കണം. അടിസ്ഥാന വാക്യങ്ങളിൽ തെറ്റുകളില്ലാതെ എഴുതിയിരിക്കണം. മറ്റൊരു ചോദ്യം തന്നിട്ടില്ല. നിങ്ങളുടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ആ ഡയറി ലളിതമായിട്ട് എഴുതി ചേർക്കുക. മുകളിലായി ഡേറ്റ്, ദിവസം. ഒരു കുഞ്ഞു ഡയറി ഇവിടെ എഴുതിയിട്ടുണ്ട്. മക്കൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കണം കേട്ടോ. ടുഡേ വാസ് എ വെരി ഹാപ്പി ഡേ ഫോർ മീ. My teacher told us a beautiful story in the classroom. During lunch time,
I shared my food with my friends and we played together on the school ground. After coming back home, my mother gave me delicious snacks. In the evening, I went out to play with my friends. Today was really wonderful day. ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യൻസ് ഓരോന്നിനും 5 മാർക്ക് വീതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 12 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും കമ്പിവേലി കെട്ടണം. 1 മീറ്റർ നീളത്തിൽ കമ്പി കെട്ടാൻ 50 രൂപ ചിലവാകും എങ്കിൽ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഒന്ന്, തോട്ടത്തിനു ചുറ്റും ഒരു വരി കമ്പി കെട്ടാൻ എത്ര മീറ്റർ കമ്പി വേണം? ഫസ്റ്റ് നമ്മൾ ഇതിന് ചുറ്റുമുള്ള അളവ് കണ്ടെത്തണം, അതായത് ചുറ്റളവ് അല്ലെങ്കിൽ ആകെ നീളം. ഇവിടെ നീളം 12ഉം വീതി 8ഉം. ഇത് ചതുരാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റളവ് കാണണം. 12 + 12 8 + 8. ആൻസർ 40. എത്ര മീറ്റർ കമ്പി വേണം? 40 മീറ്റർ. 2, തോട്ടത്തിന് ചുറ്റും 5 വരി കമ്പിവേലി കെട്ടാൻ എത്ര മീറ്റർ കമ്പി വേണം? ഒരു വരി കെട്ടാൻ 40 മീറ്ററാണ്. 5 വരി കെട്ടാൻ 40 × 5 = 200. ആൻസർ 200 മീറ്റർ. 3, 4 തവണ തോട്ടത്തിന് ചുറ്റും നടക്കുന്ന ഒരാൾ എത്ര മീറ്റർ നടക്കണം? 40 × 4 = 160. ആൻസർ 160 മീറ്റർ. 10 മീറ്റർ നീളത്തിൽ കമ്പിവേലി കെട്ടാൻ എത്ര രൂപ ചിലവ് വരും? ഒരു വരി കമ്പിവേലി കെട്ടാൻ അല്ലെങ്കിൽ തോട്ടത്തിന് ചുറ്റും കമ്പിവേലി കെട്ടാൻ എന്നാണ് ചോദിച്ചതെങ്കിൽ, ഇവിടെ ചോദിച്ച ചോദ്യം അതല്ല, ചോദ്യം ശരിക്കും മനസ്സിലാക്കി വായിക്കണം. അപ്പോൾ നമ്മൾ ചുറ്റളവ് കണ്ടെത്തിയിട്ടുണ്ട്. 40 × 50 അങ്ങനെ ചെയ്യണം കേട്ടോ. ചോദ്യം ശരിക്കും മനസ്സിലാക്കി വായിക്കണം. ഓക്കെ, നെക്സ്റ്റ് 2. ഇടപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിൽ 3 മാസങ്ങളിലായി ഉച്ചഭക്ഷണത്തിന് പച്ചക്കറികൾ വാങ്ങിയതിൻ്റെ ചിലവുകൾ നോക്കൂ. ജൂൺ മാസം 5292, ജൂലൈ മാസം 5400 രൂപ, ഓഗസ്റ്റ് മാസം 5435 രൂപ, സെപ്റ്റംബർ മാസം 5500 രൂപ. ഇനി ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, ഏത് മാസമാണ് പച്ചക്കറി വാങ്ങാൻ കൂടുതൽ തുക ചിലവായത്? ആൻസർ സെപ്റ്റംബർ മാസം. എത്രയാണ്? 5500 രൂപ. 2, ജൂൺ ജൂലൈ മാസങ്ങളിൽ ആകെ എത്ര രൂപ ചിലവായി? 2 മാസങ്ങളും ചിലവായ തുക കൂട്ടുക അല്ലേ. എത്രയാണ്? 5292 + 5400. ആൻസർ 10692 രൂപ. ജൂൺ മാസത്തേക്കാൾ സെപ്റ്റംബർ മാസം എത്ര രൂപ കൂടുതലായി? ഈ മാസത്തെ സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യാം. 5500 - 5292. ആൻസർ 208 രൂപ. 4, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആകെ എത്ര രൂപ ചിലവായി? 5500 + 5435. ആൻസർ 10935. ക്വസ്റ്റ്യനിൽ ഹരണം ഗുണനം കൂടെ വരും കേട്ടോ. അത് സെക്കൻഡ് പാർട്ടിലാണ്. ആ പാഠഭാഗം നമ്മൾ എടുത്തെത്തിയിട്ടില്ല. നെക്സ്റ്റ് EVS. മാത്സിൻ്റെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട് കേട്ടോ. മാത്സിന് ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ആൻസറൊക്കെ ചെയ്തിട്ടുള്ളത്. മക്കളതൊക്കെ പോയി കാണണം. അപ്പോൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ സമീപത്തെ കുന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നതാണ് കണ്ടത്. കുന്ന് ഇല്ലാതാകുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ടീച്ചർ പഠിപ്പിച്ചത് അവൻ്റെ ഓർമ്മയിൽ വന്നു. കുന്നുകൾ ഇല്ലാതാകുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമെന്ന് എഴുതാമോ? മണ്ണൊലിപ്പ്, ഉരുൾപൊട്ടൽ, ജലക്ഷാമം, ജീവികളുടെ വാസസ്ഥലങ്ങൾ ഇല്ലാതാകുന്നു, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി സൗന്ദര്യം നഷ്ടമാവുക. ഓക്കെ, എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.